ചാപ്റ്ററിൽ പണക്കണക്കുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പെർസെന്റേജ് കാണാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. ഈ പെർസെന്റേജ് കാണാൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് 30% of 450 എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 450 into 30/100. ഇതിലെങ്ങനെയാണ് എന്ത് ചെയ്യുക, പൂജ്യങ്ങളെ കട്ട് ചെയ്ത് പോവും, ഈ പൂജ്യം പോയി, ബാക്കി എന്ത് വരും, 45 into 3 വരും. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 135 എന്ന് കിട്ടും. ഇതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 450ന്റെ 30%. അപ്പൊ നമ്മൾ നോക്കും 450 എന്ന് പറഞ്ഞാൽ എന്താണ്, 400 + 50 ആണ് അല്ലെ. അപ്പൊ 30% 30% എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 30 രൂപ കുറച്ച് തരും അല്ലെ. 100 രൂപയ്ക്ക് 30, അതായത് 100ൽ 30. അപ്പൊ 400ൽ എത്രയായിരിക്കും, 4 × 30 എത്ര വരും, 120 അല്ലെ. 100ൽ 30. ഇവിടെ എത്ര നൂറുകളുണ്ട്, 4 നൂറുകളുണ്ട്. 100ൽ 30 ആയതുകൊണ്ട് 120. ഇനി ബാക്കി എത്രയാണ്, 50. അപ്പൊ നമുക്കറിയാം 100 ആണെങ്കിൽ 30, അപ്പൊ അതിന്റെ പകുതി, 100ന്റെ പകുതി 50 ആണെങ്കിലോ, അതായത് 100 ആണെങ്കിൽ 30 രൂപ കുറയ്ക്കും. അപ്പോ പകുതി 50 രൂപയാണെങ്കിലോ 30ന്റെ പകുതി 15 രൂപ കുറയും അല്ലെ. അപ്പോ 50 രൂപ എന്ന് പറഞ്ഞാൽ 15 രൂപ കുറയും. അപ്പൊ മൊത്തത്തിൽ എത്ര രൂപ കുറയും, 120 + 15, അങ്ങനെ 135 രൂപ കുറയും. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് സുഖമായിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക.